നിരന്തരം ഉസ്താദുമാരെ തല്ലുക, ചീത്ത വിളിക്കുക, ഉസ്താദുമാരെ ജയിലിലാക്കുക, ആ കുലം മുടിഞ്ഞു. ദുർമരണങ്ങൾ സംഭവിക്കാൻ ഇത് കാരണമാകില്ലേ? സ്വന്തം മക്കള് നാശത്തിലോട്ട് പോകുന്നത് തടയുന്ന ഉസ്താദുമാരെ അക്രമം കൊണ്ട് നേരിടുന്ന ഒരു ജനത ഈ കേരളത്തിലല്ലാതെ ദുനിയാവിൽ എവിടെ ഉണ്ടോ? അതുകൊണ്ട് ആദ്യം രക്ഷിതാക്കളെ മദ്രസയിൽ പഠിപ്പിക്കണം. മഹല്ല് കമ്മിറ്റി അതിൽ തീരുമാനം എടുക്കണം. ആദ്യം രക്ഷിതാക്കള് ആദ്യത്തെ ഒരാഴ്ച വർഷാരംഭത്തിൽ രക്ഷിതാക്കള് മദ്രസയിൽ വരട്ടെ. കുട്ടികൾ പിന്നെ പഠിച്ചാൽ ആദ്യം ഇവർ നന്നാവണം. ഇവർക്ക് പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കണം. ദീൻ എന്താണ്, ഇതിന്റെ തർബിയത്ത് എന്താണ്, അദബ് പഠിപ്പിക്കണ്ടേ, ഇതെല്ലാം അവരെ പഠിപ്പിക്കണം. എന്നിട്ട് അവരെ മക്കളെ പഠിപ്പിക്കണം. അല്ലാതെ ഖൗമ് രക്ഷയോട് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കണം. അള്ളാഹു കാക്കട്ടെ. പ്രത്യേകിച്ച് എന്റെ മുഅല്ലിമീങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ കുട്ടിയുടെ മാതാപിതാക്കളെ മാത്രം പേടിച്ചാൽ പോരാ. ഈ കുട്ടിയുടെ കൊച്ചാപ്പായെ പേടിക്കണം, മൂത്താപ്പായെ പേടിക്കണം, കുടുംബത്തിൽ ആരെല്ലാം ഉണ്ടോ ഇവരെല്ലാം പേടിക്കണം. ആരാണ് കുത്തിത്തിരിപ്പായിട്ട് കടന്നു വരുന്നതെന്ന് സ്വപ്നത്തിൽ പോലും നമുക്ക് കരുതാൻ കഴിയില്ല. നിങ്ങളോട് മുൻവൈരാഗ്യമുള്ള ആരെങ്കിലും കുടുംബത്തിൽ അകന്ന ബന്ധുവായിട്ടുണ്ടെങ്കിലും അവനടക്കം കുട്ടിയുടെ വാപ്പായും ഇത് അറിയത്തില്ല. കുട്ടിയുടെ വാപ്പായും ഉമ്മയും ചിലപ്പോൾ ഇത് അറിഞ്ഞുപോലും കാണത്തില്ല. അവൻ വരും പള്ളിയിൽ, വലിയ പട്ടിയിൽ, ഇത്ര നീളമുള്ള വലിയ പട്ടിയിലായിട്ട് അവൻ വരും. എന്റെ പ്രിയപ്പെട്ട എന്റെ മുഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കണം. അലൈക ബിസ്സുകൂത്ത്, അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് ദീനീ ദഅവത്ത് കടന്നു പോകുന്നതെന്ന് സ്വയം അറിയുന്ന ഒരു ഘട്ടത്തിൽ അലൈക ബിസ്സുകൂത്ത്, മൗനിയാകേണ്ടടുത്ത് മൗനിയാകണം. വഇയ്യാക വൽ അവാം, വിവേകമില്ലാത്ത കുറെ ജനതയുണ്ടല്ലോ, അവരെ നന്നായിട്ട് നീ സൂക്ഷിക്കണമെന്ന് ആദരവായ നബിയുനാ വസയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ മുഅല്ലിമീങ്ങൾ അവിടെ നിൽക്കണം. അതിനപ്പുറത്തേക്ക് ഒരടി നമ്മൾ വെച്ചിട്ട് ആരെയും നന്നാക്കേണ്ട ആവശ്യമില്ല, ഒരാളെ നന്നാക്കേണ്ട ആവശ്യമില്ല. നന്നാകുന്നവർ നന്നാക്കട്ടെ, അതൊക്കെ റബ്ബിന്റെ കയ്യിലാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക എന്നതിനപ്പുറം ഒരാളെയും നമ്മളെ അധികാരം നമ്മളെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല.